ആത്മീയ ഭോജ്യത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം വീണ്ടും ക്ഷണിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ദിനമാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം യേശുവിൻ്റെ ദിവ്യബലി, ക്രിസ്തുമസ്, ആ ഒരു തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ ആഗമനകാലം മുഴുവൻ നിങ്ങൾ എന്നോടൊപ്പം ഒരു യാത്ര നടത്തിയവരാണ്, ആത്മീയ യാത്ര. നമ്മൾ ഈ ക്രിസ്മസിൻ്റെ അന്ന് ഉണ്ണിയിൽ നിന്ന് ഒരു ഉമ്മ കിട്ടാനുള്ള മാർഗങ്ങളാണ് നമ്മൾ കണ്ടെത്തി അതിലൂടെയാണ് മുമ്പോട്ട് പോയത്. നമുക്കറിയാം, യേശു എന്ന് പറഞ്ഞാൽ വചനം മാംസമായവൻ. ഈ യേശുവിനെ അറിയാനും അംഗീകരിക്കാനും യേശുവിൽ രക്ഷ കണ്ടെത്താനും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൃദയത്തിൽ വചന നിറവ്. കൊളോസസ് 3-ാം-16 വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഡിസംബർ 1 തീയതി മുതൽ നമ്മൾ ഈ വചന നിറവ് ആഗ്രഹിച്ച് ഓരോരോ വിഷയങ്ങൾ അത് ധ്യാനിച്ച് അവസാനം അതൊരു ഉമ്മയാക്കി ഉണ്ണീശോയ്ക്ക് കൊടുത്ത് മുന്നേറിയവരാണ്. അങ്ങനെ ചെയ്തവർക്ക് ഉറപ്പായും ഉണ്ണീശോയിൽ നിന്ന് ആ ഉമ്മ കിട്ടിയിരിക്കും. ഏതാണ് ഉണ്ണീശോ നൽകുന്ന ഉമ്മ? ക്രിസ്മസിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സന്ദേശം, അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോവുക. അതിന് നമ്മെ സഹായിക്കുന്ന ഏതാനും ചില വചനഭാഗങ്ങൾ ആദ്യമേ തന്നെ നമുക്കെടുക്കാം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വചനഭാഗങ്ങൾ. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലൂക്ക 2:10 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന വലിയൊരു സന്ദേശം ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഇവിടെ 3 കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. സകല ജനത്തിനും വേണ്ടി. നമുക്കറിയാം, സ്റ്റാർ, നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സിമ്പലാണ്. സകല ജനത്തിനും വേണ്ടി. രണ്ടാമതൊരു കാര്യം, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതാനും ചില കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വേണേൽ, നമുക്ക് ഒരല്പം നല്ല ഫുഡ് കിട്ടുമ്പോൾ, ഡ്രിങ്ക്സ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ജഡസുഖം കിട്ടുമ്പോഴുള്ള സന്തോഷം, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അത് മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ ഒതുങ്ങിപ്പോകേണ്ടവരല്ല ദൈവമക്കൾ. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൂത് ഇതാണ്: വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈ വലിയ സന്തോഷം നമ്മൾ കണ്ടെത്തി. അതാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ണീശോ നമുക്ക് നൽകുന്ന ഉമ്മ. വലിയ സന്തോഷത്തിൻ്റെ ഏക സദ്വാർത്ത. ഇവിടെ അല്ലാതെ മറ്റൊരിടത്ത് ഈ സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. യോഹന്നാൻ 14:27 എടുക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഞാൻ തരുന്ന സന്തോഷം, ഞാൻ തരുന്ന സമാധാനം ലോകത്തിന് തരാൻ പറ്റില്ല. നമ്മൾ ഈ ലോകം തരുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ഒതുങ്ങിപ്പോയാൽ ഈ സദ്വാർത്ത അത് വേണ്ടതുപോലെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ പോകും. വലിയ സന്തോഷത്തിൻ്റെ ഏക സദ്വാർത്ത, അതാണ് ഉണ്ണീശോ ഇന്ന് നമുക്ക് തരുന്ന ആ ഒരു ഉമ്മ. നമുക്ക് ഈ ഒരു സന്ദേശം കൂടുതൽ ആഴത്തിൽ മനസ്സിലാകേണ്ടതിന് ഏതാനും ചില വചനഭാഗങ്ങൾ കൂടി നമുക്ക് എടുക്കാം. മത്തായി 1:22-23 വചനങ്ങൾ വായിക്കുമ്പോൾ, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ, അതാണ് അതിൻ്റെ അർത്ഥം. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ, ഗാഡ് വിത്ത് അസ്. അത് എത്രയോ വലിയൊരു സൗഭാഗ്യമാണ് ദൈവമക്കളായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സൗഭാഗ്യം സ്വീകരിച്ച വ്യക്തികളിൽ വലിയ സന്തോഷം ഉണ്ടാകും. നമുക്കത് മനസ്സിലാക്കാനായിട്ട് 1-2 വചനഭാഗങ്ങൾ എടുത്താൽ വളരെ എളുപ്പമാണ്. ഹബക്കുക്ക് 3-ാം-17 മുതൽ വായിക്കുമ്പോൾ, അത്തിവൃക്ഷം പൂത്താലും ഇല്ലേലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. അതൊരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവം. മുന്തിരിച്ചെടിയിൽ ഫലമുണ്ടേലും ഇല്ലേലും, കന്നുകാലി തൊഴുത്തിൽ കന്നുകാലികൾ ഉണ്ടേലും ഇല്ലേലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കാരണം അവിടുന്നാണ് എൻ്റെ ബലം. ആ ബലം അനുഭവിക്കുന്നവർ ഈ വലിയ സന്തോഷം അനുഭവിക്കും. റോമാലേഖനം 8-ാം-35 മുതൽ വായിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും എന്ന് പൗലോസ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. സഹനമോ, ക്ലേശമോ, പീഡനമോ, പട്ടിണിയോ, പഞ്ഞമോ, ആപത്തോ, നഗ്നതയോ, വാളോ, ഈ ലോകത്തിനോ മരണത്തിന് പോലും പറ്റില്ല. അങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നവര് ആ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഉൾക്കൊണ്ടവരാണ്. അവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ.
മരണം പോലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റില്ല. സന്തോഷത്തിൽ നിന്ന്, സമാധാനത്തിൽ നിന്ന് എന്നെ അകറ്റില്ല. നമ്മുടെയൊക്കെ സന്തോഷം പോകാൻ, സമാധാനം പോകാൻ നിസ്സാര കാര്യങ്ങൾ മതി. അത് സൂചിപ്പിക്കുന്ന എന്താ? ഈ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത കണ്ടെത്തി ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. പ്രിയപ്പെട്ടവരെ, ഉണ്ണീശോ തരുന്ന ഒരു ഉമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ സദ്വാർത്ത, അത് നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം. യെശയ്യാ 9-ാം അധ്യായം 6-ാമത്തെ വചനം എടുത്താൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. കാര്യം ഇന്ന് സൗകര്യങ്ങൾ, ജീവിത സൗകര്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ചു. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ജീവിത സൗകര്യങ്ങൾ, ടെക്നോളജി ഇഷ്ടം പോലെ വളർന്നിട്ടുണ്ട്. സമാധാനത്തിൻ്റെ കാര്യമോ, സമാധാനത്തിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നമുക്ക് മനസ്സിലാകും ഇതൊന്നും അല്ല ഈ സമാധാനം തരിക. അതിന് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നാം കണ്ടെത്തണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് യേശു ആരെന്ന് നമ്മൾ അറിയണം. യേശുവിനെ അറിഞ്ഞാൽ ജീവിതം മാറും. ഫിലിപ്പിയർ 3-ാം അധ്യായം 8-9 വചനങ്ങൾ വായിക്കുമ്പോൾ പൗലോസ്ലീഹ ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കണക്കാക്കുന്നു. കുപ്പ പോലെ കരുതാൻ പറ്റി ബാക്കിയെല്ലാം. എപ്പോഴാ? യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, യേശുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ വില മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ. ഇനി നമുക്ക് യേശുവിനെ അറിയാൻ ഏതാനും ചില ശീർഷകങ്ങൾ, യേശുവിന് നൽകപ്പെട്ട ചില ടൈറ്റിൽസ് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. നമ്മൾ കാണുന്നുണ്ട്, ഒന്ന് നമ്മൾ കണ്ടു, ഇമ്മാനുവൽ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ. പുറപ്പാട് 3-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ ഒരു കാര്യം. ഇതേ പദപ്രയോഗം പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-28 വചനങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ തന്നെ. യേശുവിന് നൽകപ്പെട്ട ഒരു ടൈറ്റിൽ, പിതാവായ ദൈവത്തിനുണ്ടായിരുന്ന ഒരു ടൈറ്റിൽ, ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരിക്കുന്നവൻ ആണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യേശു ആരാണ്? സാക്ഷാൽ ദൈവം മനുഷ്യരൂപത്തിൽ, മാംസം ധരിച്ച വചനം, മനുഷ്യരൂപത്തിൽ വന്ന ദൈവം, അതാണ് യേശുക്രിസ്തു എന്ന കാര്യമാണ് ഇവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നു. ദേവൻ 14-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം വായിച്ചാൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:11 നമ്മളവിടെ കാണുന്നുണ്ട്, ബർന്നബാസ്, അതുപോലെ തന്നെ സൗൾ, പൗലോസ്, ഇവർക്ക് ദൈവങ്ങളുടെ പേര് നൽകി. അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഇതാ ദൈവങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. മനുഷ്യരെ ദൈവങ്ങളാക്കി ചിത്രീകരിച്ച ഒരു രംഗം. ഇന്ന് പലയിടത്തും സംഭവിക്കുന്നത്, യേശുവിനെ ദൈവമായിട്ട് കാണുന്നതിനേക്കാൾ വെറും മനുഷ്യനായിട്ട് കാണുന്ന, പല ദൈവങ്ങളിൽ ഒരാളായിട്ട് കാണുന്ന ആ ഒരു പരിതാപകരമായ അവസ്ഥ. അതല്ല നമുക്ക് വേണ്ടത്. യേശുവിൻ്റെ നിലപാട് അത് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ, ഏതാനും വചനഭാഗങ്ങൾ കൂടി നമുക്ക് എടുക്കാം. യേശുവിൻ്റെ നിലപാട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എളിമയ്ക്ക് ഉദാത്ത മാതൃക എന്ന് പറയാൻ പറ്റുക യേശുക്രിസ്തുവാണ്. ഒരു 4-5 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് പെട്ടെന്നൊന്ന് കണ്ടുപോകുന്ന നല്ലതാണ്. ഒന്ന്, യേശു പറഞ്ഞത് എവിടെയാ? പുൽത്തൊഴുത്തിൽ, കാലിത്തൊഴുത്തിൽ. രാജാക്കന്മാരൊക്കെ കൊട്ടാരത്തിൽ പിറക്കുമ്പോൾ രാജാക്കന്മാരുടെ രാജാവ് തൊഴുത്തിൽ പിറന്നു. എളിമയ്ക്ക് ഉദാത്തമായ മാതൃക എന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. യേശു ഇരുന്നത് എവിടെയാണ്? കഴുതപ്പുറത്ത്. രാജാക്കന്മാരൊക്കെ ഇരിക്കാറുള്ളത് കുതിരപ്പുറത്തും, അതുപോലെ രാജകീയ സിംഹാസനം. എളിമയ്ക്ക് ഉദാത്തമായ മാതൃക എന്നല്ലേ ഈ ഒരു കാര്യം വെളിപ്പെടുത്തുക? യേശു പറഞ്ഞതും പഠിപ്പിച്ചതും എന്തായിരുന്നു? സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 15:12 വായിച്ചാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. യേശു എടുത്തതെന്തായിരുന്നു? നമ്മുടെയൊക്കെ പാപം, നമ്മുടെയൊക്കെ ശാപം. 2 കൊരിന്തോസ് 5:21 വായിച്ചാൽ അത് കാണാൻ പറ്റും. അതുപോലെ ഗലാത്യർ 3:13. അവസാനമായിട്ട് യേശു കൊടുത്തത് എന്തായിരുന്നു? സ്വന്തം ജീവൻ. റോമ 5:7-8 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്മസ് ദിനത്തിൽ ഈ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്ത ഉൾക്കൊണ്ടുകൊണ്ട്, ഉണ്ണീശോ തരുന്ന ആ ഒരു ഉമ്മ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇനിയുള്ള കാലം ഈശോയോട് ചേർന്ന് ജീവിക്കുവാനുള്ള തീരുമാനമെടുത്ത് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ
നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.